ബിതൊർസൂസ്, ഞാൻ തൊർസൂസിലായിരിക്കുമ്പോൾ, തൊർസൂസ് പേർഷ്യയുടെ അങ്ങ് മേലെ അറ്റമാണ്. തൊർസൂസിൽ ഞാൻ നിൽക്കുമ്പോഴേ അബൂബക്കർ ഇബ്നു ഷഫഖ്, ഇബ്നു ഷഫഖ് എന്ന് പറയും, അബൂബക്കർ ഇബ്നു ഷഫഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഒരു മഹാനോട് പറയുന്ന വാക്കാണ്. അബുൽ ഖൈർ എന്ന് പറയുന്ന മറ്റൊരു മഹാപണ്ഡിതൻ, അബുൽ ഖൈർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആര് പറയാണ്? അല്ലാമ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ്. അബുൽ ഖൈർ പറഞ്ഞതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്താണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഖറ അന്നഹു ലഖിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അദ്ദേഹം കണ്ടുപോൽ. അതിപ്പോ എങ്ങനെ കാണാം? ഈസാ നബി വരാൻ സമയമായിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഡമസ്കസിൽ ഇറങ്ങുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക് എന്ന് മഹാസുബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളിൽ നിന്ന് കേട്ടതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസുബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. യൻസിലു അലൽ മനാറത്തിൽ, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ്, ഇന്ന് നിലവിലുള്ള മഹാനഗരം, ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള, ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ 2 മുനാരങ്ങളിലൂടെ ഈസാ നബിയെ കണ്ടു എന്നും അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് മഹാനായ അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയൊരു മഹാനോട് സംസാരിക്കാൻ. ആ സംഭവമാണ് മഹാനായ അല്ലാമ യാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ റൗളുർ റയാഹീനിൽ. നമ്മുടെ ചർച്ചയിലേക്ക് വരാം. റയാഹീനിലെ ഒരു ഉദ്ധരണി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല. ഹാഫ് യുക്തിവാദി ഹാഫ് മുസ്ലിമായിരിക്കും. അവൻ ഇത് ആരോട് പറഞ്ഞു എന്ന സദസ് അയാൾ കാണുന്നു പോലുമില്ല. അപ്പൊ അയാളുടെ കണ്ണിൽ ഇത് മായാവി കഥയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ആർക്കും എന്തും എഡിറ്റ് ചെയ്തിട്ടും അല്ലാതെയും വിടാൻ പറ്റുന്ന കാലമാണ്. നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ കറാമത്തുകൾ സത്യസന്ധമാണ്, അതിൽ ഒരു സംശയവുമില്ല. മഹാനായ അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി. അബൂബക്കർ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വലിയൊരു ശൈഖിനോട് ചെന്ന് പറയാ, അബുൽ ഖൈർ എന്ന് പറഞ്ഞ നല്ല മനുഷ്യനാ, പക്ഷെ എനിക്കൊരു കാര്യം മൂപ്പര് പറഞ്ഞത് ശരിയായിട്ടില്ല. അങ്ങനെ പലപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ വേറെ ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾ എത്രയോ ഉണ്ട്, എനിക്കറിയാം. അപ്പൊ അവര് പറയും, സംഗതി ആള് പറയണൊക്കെ ശരി തന്നെ, പക്ഷെ ഈ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല. ആയിക്കോട്ടെ, ആ ഒന്നല്ല അംഗീകരിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ അംഗീകരിക്കാൻ പറ്റുമല്ലോ. ആ ഒന്ന് ഉസ്താദിന് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. മുപ്പർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാൻ നല്ലത് ഉസ്താദിന് തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കലായിരിക്കും. അപ്പൊ പിന്നെ അതാണ് എളുപ്പം. എന്നാലും സാരമില്ല. അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മുത്തഖിയായ വലിയൊരു ആബിദായ മഹാനാണ്. അങ്ങനത്തെ ഒരാൾ ഞാൻ ഈസ നബിയെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഖിദ്ർ നബിയെ ചിലപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഈസാ നബിനെ കണ്ടു എന്നോ? അപ്പൊ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ഈ മഹാൻ, ചരിത്രത്തിൽ ഇമാം യാഫിഈ തങ്ങൾ ഉദ്ധരിക്കുന്ന ആ മഹാൻ പറയാണ്, ഞാൻ അബുൽ ഖൈർ എന്നവർ പറഞ്ഞതിന് സമാനമായ ഒരു ചരിത്രം പറഞ്ഞു തരാം, ഒരു സംഭവം പറഞ്ഞു തരാം, ഒരു തെളിവ്. സമിഅ്തു മുഹമ്മദ് ഇബ്നു ഹാമിദ് വഖദ് ദകറ ഖൗല റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഹാമിദ് എന്നവർ ഉദ്ധരിച്ചെനിക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നബി തങ്ങളുടെ ഹദീസ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? അന അവ്വലുഹും, ഞാൻ അവരിലെ ആദ്യത്തെ ആളും, വഈസാ ആഖിറുഹും, ഈസാ നബി അലൈഹിസ്സലാം അവരിലെ അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത്? ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവ്വലാരാണ്? മുഹമ്മദ് നബി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസാനം വരുന്നത് ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ആദ്യം നബിയും അവസാനം ഈസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് എന്ത് പ്രയാസം വരാനാണ്? അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിജയിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ ആശ്വസിക്കേണ്ട ഒരു ഹദീസാണ്. എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും
എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്നത് ഇബ്ലീസിന്റെ പണിയാണത്. പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്, അതാരും അറിയില്ല. ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ഇതെത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഭീതി വരും. പുണ്യനബി നിങ്ങൾ പറയാ, ഞാൻ ആദ്യവും ആ വരവിലാണ് എല്ലാവരും കാണാം, സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ മൂന്നാമത്തെ വരവിലാണ്. അതിന്റെ മുമ്പ് രംഗരമായ സങ്കടം തോന്നി. പടച്ചോനെ, ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ, അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ. ആരെ പറ്റിയാ ചിന്തിച്ചത്? അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച്. മുമ്പ് ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. അത് സാധാരണ ഇനിയിപ്പോ ഈ വേള ഞാനും കേൾക്കുകയാണെങ്കിൽ അവരും പറയും, ഇതാ പുതിയ കഥ വന്നു കേട്ടോ, ഉദവിത പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പൊ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി, അത് ആദ്യം പറഞ്ഞു തരുന്നത്. 3 തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീസിനെ ശറഹ് ചെയ്തത്. 3 തവണ വരുന്നുണ്ട്. ആദ്യത്തെ 2 വരവുകൾ ഔലിയാഇനും സ്വാലിഹീങ്ങൾക്കുമാണ്. 3-ാമത്തെ വരവാണ് ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുന്ന വരവ്, ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ്. ആ വരവ് മഹ്ദി ഇമാമിന്റെ വരവിന്റെ ശേഷമാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയാം. അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ ഒരു അവതരണം കഴിഞ്ഞു, 2-ാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല. അബുൽ ഖൈർ എന്നവർ സ്വാലിഹിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി. പടച്ചോനെ, മോശമായില്ലേ, ഞാൻ മൂപ്പരെ പറ്റി അത് ശരിയായില്ല എന്നല്ലേ ഈ പറഞ്ഞത്. ആ കാര്യം ഇപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ്, ഒന്നുമില്ല, ഇൽമും അറിവൊന്നും നമ്മൾ ഉസ്താദ്മാരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. നമുക്കതിന്റെ നിജസ്ഥിതിയെ തിരുത്തി പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലിപ്പുണ്ടാക്കി വിടല്, ഒരു ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടലായിരിക്കും വലിയ ആവശ്യം. അതിൽ പല പണ്ഡിതന്മാരെയും മികിട്ട് കയറും. ഞാൻ പറയുന്നുണ്ട്, ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിന്റെ വലിയൊരു ആബിദായ അഹ്ലുസുന്നയുടെ ആലിമും വലിയ ഖുർആൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. അടുത്ത കാലത്ത് 2000 മരിച്ചുപോയത്. വലിയ ആലിമാണ്. മഹാനവറുകളുടെ ദർസുകള് TV-യിൽ ഇപ്പോഴും വരും. ദുബൈ, അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എന്ന് പറഞ്ഞ പരിപാടി, തഫ്സീറുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്. അതിന്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ ആലിമ. ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരൽപ്പം സലഫിസം തലയിൽ കയറിയതാണ്. എന്നിട്ട് എന്താ നിരൂപിക്കുന്നത്? ആയിരക്കണക്കിന് ഇൽമുകൾ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഖബറിന്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ വിശ്വസിക്കുന്നില്ല, അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റി, വിശ്വസിക്കുന്നില്ല, അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിക്കാം, പൊന്നാര ചങ്ങായി, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചാൽ തീരൂല ഈ വിഷയം? ഇത്ര വലിയൊരു ആലിം ഇതൊക്കെ പറഞ്ഞിരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ ഇവിടെ? അപ്പൊ എന്താ പറയണത്? അത് മുത്തവല്ലി ഷഅറാവിക്ക് തെറ്റുപറ്റിയതാണ്, മൂപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഇതാണ് കാലഘട്ടം. ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ്. നിരൂപണങ്ങൾ വഴിവിട്ടുപോകുന്ന കാലമാണ്. അപ്പൊ അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സജ്ജനങ്ങളായ ആളുകളുടെ, സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അത് ഖുർആനും ഹദീസായത് കൊണ്ടല്ല. നിഷേധിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ വിശ്വസിക്കാതിരുന്നോ, പക്ഷെ നിഷേധിക്കരുത്. അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഷഫഖ് ബഹുമാനപ്പെട്ടവര് പറയാണ്, എനിക്ക് ഭയങ്കര നാണം തോന്നി. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയും എടുത്ത് തർസൂസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു. അപ്പൊ ചോദിച്ചു, അബൂബക്കർ ബിൻ ഷഫഖ് എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, ഞാൻ പോകുന്നത് അബുൽ ഖൈർ തങ്ങളെ കാണാൻ വേണ്ടി പോവാ. അല്ലാ, 1 മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ. അപ്പോ എന്തിനു പോകുന്നു? ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. എന്താ പൊരുത്തപ്പെടിക്കാനുള്ളത്?
ഈസാ നബി അലൈഹിസ്സലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പെടിക്കാനാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പൊരുത്തപ്പെട്ടിരണം എന്ന് പറയാനായി പോകുന്നത്. അപ്പോ ഈ മഹാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോണോ? ഇജ്ലിസ് ഇലൽ ഗദ്, നാളെ പോയ പോലെ ഇപ്പൊ തന്നെ പോന്നോ, നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇന്നി അഖാഫു വല്ലാഹിൽ മൗത്ത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനങ്ങ് മരിച്ചുപോയാൽ അബുൽ ഖൈർ തങ്ങളോട് ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മരിച്ചുപോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാൻ. അദ്ദേഹം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. 1 മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം 1500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോഴേ 1 മാസത്തെ ദൈർഘ്യം വരിക. 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അബുൽ ഖൈർ തങ്ങളെ കണ്ടു, എന്നിട്ട് തിരിച്ചു വരാൻ. തിരിച്ചു വന്നിട്ട് ഈ മഹാന്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞെന്നറിയോ? മഹാനവറുകളെ, അബുൽ ഖൈർ തങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാ നബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എന്റെ പിഴവ് തിരുത്താനാണ്. അതിലും വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വരുന്നത്. ചിന്തിച്ചു, അതെന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അസ്ര നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാ. അപ്പൊ ഞാനും ബാക്ക് നിസ്കരിച്ചു. മിഹ്റാബിൽ തന്നെ മഹാനായ അബുൽ ഖൈർ തങ്ങൾ ഇരുന്നു. ഞാൻ ഏതോ നാട്ടുകാരനാണ്, ഞാൻ അവിടെ ഇരുന്നു, നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു. മഹാനവറുകൾ പുറപ്പെടുമ്പോ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ വാതിൽക്ക് നിൽക്കുമ്പോ എന്നെ കണ്ടപ്പോഴേ, ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞ ഈ മഹാൻ അബുൽ ഖൈർ തങ്ങൾ എന്നെ കണ്ടപ്പോഴേ എന്റെ പേര് വിളിച്ചു, യാ അബൂബക്കർ ഇർജി ഫഖദ് ജഅൽനാക ഫീ ഹിൽ, നിങ്ങൾ തിരിച്ചു പോയിക്കോളി അബൂബക്കർ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഞാൻ എന്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല, എന്റെ കൽബിലേക്ക് നോക്കിയിട്ട് അബുൽ ഖൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടിക്കാൻ വന്നതല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളാണ്, സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം, അവരുടെ മാർഗം, അവരുടെ തർബിയത്ത്, അവരിൽ നിന്ന് ലഭിക്കേണ്ട തസ്കിയത്ത്, അതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. നന്മയുള്ള ഒരു നല്ല മഹാനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകും. സഹോദരിമാരെ, നിങ്ങളിൽ നന്മയുണ്ടെങ്കിൽ ഒരു സ്വാലിഹത്തായ ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല ഉമ്മയെ, ഒരു നല്ല മഹദിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടാകും. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വിഷയമാണ്. അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്, സ്വലാഹ് നന്മയുണ്ടാകുന്നത്, സ്വാലിഹായി മാറുന്നതിന് അല്ലാഹു തആല ഒരുപക്ഷെ ഒരൊറ്റ രാത്രിയായിരിക്കും സമയം വെച്ചിട്ടുണ്ടാവുക. ഒരൊറ്റ രാത്രിയിൽ ഒരു മനുഷ്യൻ അടിമുടി മാറാനിടയുണ്ട്. കുറെ കൊല്ലങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് സ്വാലിഹായി മാറാൻ പറ്റും. അങ്ങനെ സാധ്യമാണോ? അതെ. എന്താ തെളിവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഹദീസ്. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇബ്നു മാജ തങ്ങൾ അവരുടെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്, മഹ്ദി എന്ന് പറയുന്ന ഇമാം മഹ്ദി നമ്മൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്, നബി തങ്ങളുടെ കുടുംബക്കാരാണ്, തങ്ങന്മാരിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദി തങ്ങളായിരിക്കും, പക്ഷെ വരുന്നത് യമനെന്നോ കേരളത്തിന്നോ സൗദി അറേബ്യന്നോ ഹാഷിമിയ ഭരണമുള്ള ജോർഡാനെന്നോ അല്ല. ഇമാം മഹ്ദി വരുന്നത് ഒന്നുകിൽ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ജോർജിയ, ഈ ഭാഗങ്ങളിൽ എവിടെ നിന്നെങ്കിലുമായിരിക്കും വരിക. മാവറ അന്നഹർ എന്നാ പറഞ്ഞത്. ആ പ്രദേശങ്ങളിൽ നിന്ന് അവര് അറബി സംസാരിക്കാത്ത ആളായിരിക്കും, പക്ഷെ അറബി സംസാരിക്കും. മാതൃഭാഷ അറബിയല്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ, ബുഖാരി ഇമാം ആ ഭാഗത്താണ്, താഷ്കെൻഡാണ്. ബുഖാരി ഇമാമിന്റെ നാടിന്റെ തലസ്ഥാനം ഇപ്പൊ താഷ്കെൻഡാണ്, സമർക്കന്ത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം ബുഖാരി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയ ആൾക്കാരുണ്ടായിരിക്കും. മാവറ അന്നഹർ രാജ്യങ്ങളാണ് അതൊക്കെ. അവിടെ നിന്ന് വരുന്ന ഒരു സംഘത്തിലാണ് ഇമാം മഹ്ദി വരികയെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്തുമുർ റായാത്തി സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഫഖ്ബലൂഹും ഫഇന്ന ഫീഹിമുൽ മഹ്ദി. കറുത്ത കൊടി പിടിച്ച് ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിന്റെ മുകളിലുള്ള രാജ്യങ്ങളാണ്.
അങ്ങ് റഷ്യ അങ്ങ് സോവിയറ്റ് യൂണിയന്റെ പഴയ കാലത്തെ സോവിയറ്റ് റഷ്യയുടെ ഭാഗങ്ങൾ, ഇറാനിന്റെ ബാക്കിലുള്ള രാജ്യങ്ങൾ, അത് അഫ്ഗാൻ വിട്ടു, ഉസ്ബെക്കിസ്ഥാൻ വിട്ടു, താജിക്കിസ്ഥാൻ വിട്ടു, ഖസാക്കിസ്ഥാൻ വിട്ടു. ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും, തത്താരിസ്ഥാൻ അടക്കം, അവിടെ നിന്ന് കറുത്ത കൊടി പിടിച്ച ഒരു സംഘത്തിന് നേതൃത്വം നൽകി ഒരു മഹാൻ വരുന്നുണ്ട്, ആ സംഘത്തെ നിങ്ങൾ സ്വീകരിക്കണം, അവരിൽ എന്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി ഉണ്ടാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് അള്ളാഹു അവർക്ക് സ്വലാഹ് നൽകുന്നത്, അള്ളാഹു മഹാനവറുകളെ നന്നാക്കിയെടുക്കുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം അവർ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ സ്വാഭാവികമായും ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇമാം മഹ്ദിയിൽ നിന്ന്, കാരണം അവരുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും, നബി തങ്ങളുടെ പേരാണ്, തങ്ങളുടെ ഉപ്പാന്റെ പേരായിരിക്കും അവരുടെയും പേര്. ജനിച്ചിട്ടോ വളരുമ്പോഴോ ഒരിക്കലും ഇമാം മഹ്ദിക്ക് താനാണ് മഹ്ദി എന്നറിയില്ല, ഒരു മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന പേരായിരിക്കും, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. അങ്ങനത്തെ ലക്ഷക്കണക്കിന് മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹാലോകത്തുണ്ട്. പക്ഷേ ഒരു രാത്രിയിലാണ് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ കഴിയുന്ന, മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിധമുള്ള ക്വാളിറ്റി മഹാനവറുകൾക്ക് അല്ലാഹു നൽകുന്നത്. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രിയിലാണ്. ഒരു രാത്രി എന്നൊക്കെ പറഞ്ഞ ആകെ 8 മണിക്കൂർ 10 മണിക്കൂറല്ലേ ഉണ്ടാവൂ. ഒരു 10 മണിക്കൂർ സമയത്തിനുള്ളിൽ, അതും സുബഹി ആയി കഴിയുമ്പോൾ എത്രയൊന്നും കിട്ടൂല, എന്തായാലും ഒരു മേലെ തല പോയ 8 മണിക്കൂർ 9 മണിക്കൂർ മാക്സിമം, ദ ലോങ്സ്റ്റ് നൈറ്റ് ഒക്കെ കൂട്ടിയാണെങ്കിൽ, ആ ഒരു രാത്രിയിലാണ് മഹാനവറുകളെ അടിമുടി അള്ളാഹു മാറ്റുന്നത് എന്നാണ്. അള്ളാഹു വിചാരിച്ചാൽ അത്ര മതി. ഏതുപോലെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹു തആല മാറ്റിമറിച്ചത് ഒരൽപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണെന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് അമവി ഭരണാധികാരികളിൽ ലോകത്ത് നീതി നടപ്പാക്കിയ ഉമർ തങ്ങൾക്ക് രണ്ടാം ഉമർ എന്ന് പറയാൻ കഴിയുന്ന വലിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ വാതിലൊക്കെ പറയാറുണ്ട്. മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്ത് 2.5 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ, അങ്ങനെ വഫാത്താവുകയാണ്. ആ 2.5 കൊല്ലം ഒരു 25 കൊല്ലത്തിന്റെ നന്മ ചെയ്തു പോയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് വരെ തന്റെ മുമ്പുള്ള രാജകുമാരന്മാരെ പോലെ മഹാനവറുകളും ഒരൽപ്പം ആസ്വദിച്ച് നടക്കുന്ന ആഡംബര ജീവിതമുള്ള ആളായിരുന്നു. അടിച്ചുപൊളി ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഖിലാഫത്ത് അങ്ങ് വന്നപ്പോഴാണ് അന്ന് രാത്രിക്ക് രാത്രി, ആ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ അടിമുടി മാറ്റുകയാണ് ഉണ്ടായത്. സയ്യിദു സാഹിദീൻ, ദുന്യാവ് വേണ്ട എന്ന് പറഞ്ഞ സാഹിദീങ്ങളുടെ നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര്. എപ്പോൾ മുതൽ? ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ. അതിന് മുമ്പുള്ള ജീവിതം പോലെയല്ല ഖിലാഫത്തിന് ശേഷമുള്ള ജീവിതം. അള്ളാഹു വിചാരിച്ച അത്രയേ ഉള്ളൂ. എത്ര കള്ളുടിയന്മാരും വ്യഭിചാരികളും മയക്കുമരുന്നിന് അടിമകളാണെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ടവരെ അടിമുടി മാറ്റാൻ റബ്ബിന് കഴിയും. അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ, അള്ളാഹു നമുക്ക് സ്വലാഹ് നൽകട്ടെ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തങ്ങൾ പറയുന്നത്, വൈഹ ഹാദിഹിൽ ഉമ്മ മിൻ മുലൂകിൻ ജബാബിറ, ഈ ഉമ്മത്തിന് നാശം വരാനുണ്ട്. സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഈ ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കും. കൈഫ യഖ്തുലൂൻ വയഹീഫൂനൽ മുതീഈന ഇല്ലാ മൻ അദ്ഹറ ത്വാഅതഹും, സജ്ജനങ്ങളെ മുഴുവൻ അവർ വെട്ടിവീഴ്ത്തുന്നവരാണ്. അവരോട് വിധേയത്വം കാണിച്ചവരെ ഒഴികെ അവർ വെറുതെ വിടും, ബാക്കിയുള്ളവരെ മുഴുവനും അവർ കൊല ചെയ്യും. അങ്ങനത്തെ കൊലപാതകികളായ ഭരണാധികാരികൾ എന്റെ ഉമ്മത്തിന് കാണേണ്ടി വരും. ഫൽമുഅ്മിനു തഖിയ്യു യുസാനിഉഹും ബിലിസാനിഹി വയഫിറു മിൻഹും ബിഖൽബിഹി, സജ്ജനങ്ങളായ നല്ല മനുഷ്യർ ഈ ക്രൂരന്മാരായ ഭരണാധികാരികളെ കാണുമ്പോ വായ കൊണ്ട് നല്ല വാക്ക് പറയും, പക്ഷേ മനസ്സുകൊണ്ട് വെറുക്കുന്നവരാണവരെ. പറയുമ്പോ അങ്ങനെ പറയുള്ളൂ, ആ നല്ല 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 ഭരണാധികാരിയാണ്, നല്ല ആളാണെന്ന് പറയും, പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവരോട് വെറുപ്പായിരിക്കും സജ്ജനങ്ങൾക്ക്. വഇദാ അറാദല്ലാഹു അൻ യുഈദൽ ഇസ്ലാമ അസീസൻ, അല്ലാഹു ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഖസമ കുല്ല ജബ്ബാരിൻ അനീദ്, സ്വച്ഛാധിപതിയായ സർവ ധിക്കാരികളായ ഭരണാധികാരികളെയും അല്ലാഹു പരാജയപ്പെടുത്തും. വഹുവൽ ഖാദിറു അലാ മാ യശാ അൻ യുസ്ലിഹൽ ഉമ്മത ബഅദ ഫസാദിഹാ, ഈ ഉമ്മത്തിന് വലിയൊരു പരീക്ഷണം വന്നതിന് ശേഷം, ഈ ഉമ്മത്ത് നശിച്ചു പോയതിനു ശേഷം ഈ ഉമ്മത്തിനെ നന്നാക്കിയെടുക്കാനും അല്ലാഹു കഴിയുന്നവനാണ്.
എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും കള്ളുകൂടിയന്മാരായി മാറി എന്ന് വിചാരിക്കുക. നമ്മൾ തമാശയാണെങ്കിലും പറയും, പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ ചെറുക്കന് നിസ്കാരം ഉണ്ടെന്നാ ചോദിച്ചിരുന്നത് അല്ലേ. അപ്പൊ ചെറുക്കന്മാരോ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ നിസ്കാരമൊക്കെ തുടങ്ങും, ഒരു പള്ളിയിലൊക്കെ പോയിരിക്കൽ തുടങ്ങും, ജമാഅത്തിന് അവ്വൽ വക്തിന് വരൽ തുടങ്ങും. അപ്പോൾ കല്യാണത്തിന്റെ ബ്രോക്കർമാരും പെണ്ണിന്റെ കൂട്ടരൊക്കെ വന്ന് നോക്കുമ്പോൾ അല്ലാ ചെറുക്ക് ഒന്നാം സൊഫല സുബൈക്ക് കണ്ടത്, ഇനി ഒന്നും ആലോചിക്കേണ്ട കെട്ടിച്ചെടുത്തു ഒന്ന് അടാടെ നിസ്കരിക്കായിരിക്കും ചിലപ്പോ. അപ്പോ അന്ന് അങ്ങനെ. ഇന്നിപ്പോ ചോദിക്കുന്നത് എന്താണെന്നറിയോ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ? മയക്കുമരുന്ന് ഗ്യാങ്ങിലാണോ? ആള് ഇപ്പൊ എങ്ങനെയാണ്? നല്ല ബോധത്തിൽ ജീവിക്കുന്ന ആളാണോ? അല്ലേ? മയക്കുമരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ കെട്ടിച്ചു കൊടുക്കുക. ഒരു നിസ്കാരം ഉണ്ടോ എന്ന് വലിയ ചോദ്യം പോലും ചോദിക്കുന്നില്ല. യാ അല്ലാ, എത്ര വലിയ വ്യത്യാസം വന്നല്ലേ. മയക്കുമരുന്നുണ്ടോ എന്നാ അപ്പൊ ചോദിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. പൈസ കയ്യിൽ വന്നപ്പോ ഈ ഉമ്മത്തിന് വന്ന വലിയ പരീക്ഷണമാണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. ആൺമക്കളും പെൺമക്കളും ഉണ്ട് നമുക്കൊക്കെ, അവരൊക്കെ അള്ളാഹു സജ്ജനങ്ങളാക്കി തരട്ടെ. നമ്മുടെ സദസ്സിലുള്ള പെൺകുട്ടികളെ, ആൺകുട്ടികളെ, അവരുടെ മനസ്സുകളിൽ നിന്ന് മോശപ്പെട്ട ചിന്തകളെ അള്ളാഹുവിനെ എടുത്തു കളയണേ തമ്പുരാനെ. അള്ളാഹു അങ്ങനെ ഇതുവരക്കാൻ പറയൂ. പ്രേമവും അനുരാഗവും ഒക്കെ ഒരു തരം ഭ്രാന്താണ്. ആ ഭ്രാന്തിനെ പരിപോഷിപ്പിക്കാൻ ആ സിനിമകളും പാട്ടുകളൊക്കെ ചെയ്യാം അല്ലേ? അതന്നെ. അള്ളാഹു നിങ്ങൾക്ക് ഹലാലായ ഒരു ബന്ധം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രേമത്തിൽ പോകേണ്ട കാര്യമില്ല, ഡേറ്റിങ്ങിന് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇണയായി അവളും അവൾക്കിണയായി അവനും വന്നിരിക്കും, അള്ളാഹു ചേർത്ത് വെച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ. ഇല്ലേ, നിങ്ങളെ എത്ര ഒളിച്ചോടിയിട്ടും കാര്യമില്ല, നടക്കൂല. പിന്നെ എന്തിനു ബേജാറാവുന്നു? അള്ളാഹു നിങ്ങൾക്ക് എഴുതി വെച്ച് നടക്കും. അതല്ലേ ഖദർ ഖലാ. അത് വിശ്വാസമുള്ളവരെ എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാണ് വഴിവിട്ട ബന്ധങ്ങള്? എന്തിനാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ ചാറ്റിങ്ങും കറങ്ങലും അതും ഇതും? എന്തിന്? ആരെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്? അള്ളാഹുവിനെയോ? അള്ളാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്ത് മുഴുവൻ ഫസാദായാലും ആ ഉമ്മത്തിനെ അള്ളാഹുവിനെ തിരിച്ച് സ്വാലിഹീങ്ങളാക്കി നന്നാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. മുഴുവൻ അങ്ങ് കിടന്നുപോയി എന്ന് വിചാരിക്കുക, ഉമ്മത്ത് തീർന്നു എന്നൊരിക്കലും പറയരുത്. മൻ ഖാല ഹലക്കൻ നാസ് ഫഹുവ അഹ്ലകുഹും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ജനങ്ങൾ മുഴുവനും നശിച്ചു, നാട് മോശമാണ് എന്നാരെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, എല്ലാവരും ഇടക്കിടക്ക് പറയുന്നൊരു വാക്കാണിത്, നാട് പറ്റ മോശ. ഏതെങ്കിലും ഒരുത്ത എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ ആകെ നമ്മളെ കുട്ടികൾ മുഴുവൻ പോക്കാ. അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യരുത്, ജനറലൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും അങ്ങനെ എങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ പറയാ? എത്ര കോടിക്കണക്കിന് നല്ല മനുഷ്യരുണ്ട്, വൃത്തികേട് ഒന്ന് രണ്ടല്ലേ കാണുന്നുള്ളൂ. എത്ര നല്ല മനുഷ്യന്മാരുണ്ട് ഇവിടെ. അങ്ങനെ ആരെങ്കിലും ജനങ്ങൾ മുഴുവൻ നശിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിച്ചത് ആ പറഞ്ഞവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് റിവായത്താണ്, ഫഹുവ അഹ്ലകുഹും അല്ലെങ്കിൽ ഫഹുവ അഹ്ലകഹും. അവനാണ് അവരെ നശിപ്പിച്ചത്, അതല്ലെങ്കിൽ അവനാണ് അക്കൂട്ടത്തിൽ ഏറ്റവും നശിച്ചത്. രണ്ടും മോശമായ അർത്ഥമാണ്. അതുകൊണ്ട് ആരും ഈ ഉമ്മത്ത് നശിച്ചു, ഉമ്മത്ത് കേടായി, ഇനി നന്നാവില്ല എന്നൊരിക്കലും പറയരുത്. സ്വലാഹിന്റെ നന്മയുടെ വഴി അവിടെ ബാക്കി നിൽക്കാൻ മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങളെ നമ്മൾ ഓർത്തുപോവുകയാണ്. കള്ളുകുടിയന്മാരായ ഒരു പറ്റം ചെറുപ്പക്കാർ നൗകയിൽ, ബോട്ടിൽ, ദിജ്ലയിൽ, ഇറാഖിലാണ് സംഭവം നടക്കുന്നത്. അവര് മഗ്രിബ് നിസ്കാര സമയത്ത് തിമർത്താടി കള്ളുകുടിച്ച് കുറച്ച് പെൺകുട്ടികളുണ്ട്. പിന്നെ എന്താ അവിടെ നടക്കാന്ന് പറയേണ്ടതുണ്ടോ? അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് കൂടെയുള്ള മുരീദന്മാരെ പറഞ്ഞു, ഷെയ്ഖേ ഒന്ന് ദുആ ഇറക്കണേ, നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടല്ലോ. അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. മഹാനവരുടെ ഒരു ഉദ്ധരണി വഴിയെ നമുക്ക് സമയമുണ്ടെങ്കിൽ വരാൻ ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹുവിനോട് ദുആ ഇറക്കണേ, ഇവരെ ഒന്ന് നശിപ്പിക്കാൻ പറയണേ എന്ന് ചോദിച്ചു. മഹാൻ പറയണേ, ഞാൻ ദോരക്കങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആമീൻ പറയാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയതാ അവര്. ദിജ്ലയുടെ പുഴയുടെ ഓരത്തുകൂടെ നടക്കുമ്പോൾ വിളക്ക് വെച്ച് ഒരു നൗക, തിമിർത്താടുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ആളുകൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ കച്ചറ ടീം എന്ന് പറയാം, അവരപ്പോടെ യാത്ര ചെയ്യുന്നത്. അവരെ ഒന്ന് താഴ്ത്തിക്കളഞ്ഞാൽ ഈ നാട് നന്നാവും, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് ആ ബോട്ടൊന്ന് മുങ്ങാൻ ദ്വാരക്കോ, അദ്ദേഹം ദുആ ചെയ്തിരുന്നെങ്കിൽ ആ ബോട്ട് മുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മഹാൻ ദുആ ചെയ്ത് മറ്റൊന്നാണ്. എന്താ ദ്വാരുന്നറിയോ? അദ്ദേഹം അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു വലിയായിരുന്നു, മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ദ്വാരുന്നത്? അള്ളാഹുവേ, ദുന്യാവിൽ നീ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാനും അവസരം കൊടുക്കണമേ. എങ്ങനെ ഇതിന് ആമീൻ പറയാ? എന്താ പോയി ദോരക്കണത്? അള്ളാന്റെ വലിയായി ദോരക്കണത് അവരെ കള്ളുകുടിയന്മാരാക്കി മാറ്റാനാണോ ദോരക്കണത്? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇവര് നന്നാവണം, അപ്പോഴല്ലേ പരലോകം കിട്ടുള്ളൂ. ദുന്യാവിൽ ഏതായാലും കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നു, ഇനി ഇതൊക്കെ മതിയാക്കി
പടച്ചവനെ അവരെ നീ നന്നാക്കി കൊടുക്കണമേ, ദുന്യാവിൽ അവരെ നീ ആനന്ദിപ്പിച്ച പോലെ നാളെ പരലോകത്ത് സന്തോഷിപ്പിക്കണമേ എന്നാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫരിഹും ഫിൽ ആഖിറ. മഹാൻ വേണമെങ്കിൽ ദ്വാരക്ക ഈ ചെറുപ്പക്കാരെ മുഴുവൻ മുക്കി താഴ്ത്തണേ പടച്ചവനെ. ടൈറ്റാനിക് മുങ്ങിയ പോലെ മുങ്ങിക്കും. പക്ഷേ മഹാൻ ദുആ ചെയ്തില്ല. മഹാൻ ദുആ ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചില്ല. റബ്ബേ, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അതൊക്കെ മതിയാക്കി ഇനി അവർക്ക് ആഖിറത്തിലേക്ക് ചിന്ത വരണം. നമ്മുടെ മസ്ജിദുമായി, നമ്മുടെ മദ്രസയുമായി, നമ്മുടെ ദീനുമായി അവർക്ക് അടുപ്പം വേണം. പൊതുപ്രവർത്തനങ്ങളിലേക്ക് അവരിറങ്ങണം. അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും നന്മയായി ഭവിക്കണം എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നല്ലാതെ നാട് മുഴുവൻ കേടാണ്, നാട് മൊത്തം പോക്കാണ് എന്നൊരിക്കലും പറയരുത്. എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് നന്മയുടെ ആളുകൾ, തിന്മയുടെ ആളുകളും. അതുകൊണ്ട് മൻ ഖാല ഹലക്കന്നാസ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ, ഈ ഹദീസ് വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് നമ്മുടെ സർവ്വത് നഷ്ടപ്പെട്ടു. മൻ ഖാല ഹലക്കന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു, കാലം തീർന്നു, ഇനി ജനങ്ങളിൽ നന്മയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് ആ ജനങ്ങളെ നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഫഹുവ അഹ്ലകുഹും, അവരിൽ ഏറ്റവും നശിച്ചു പോയത് ആ പറഞ്ഞവനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് പറയരുത്. നന്മയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവർ നന്നായി വരും, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും, അവർക്ക് ശോഭനമായ ഒരു നല്ല നാള് വരാനിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നിങ്ങൾ. എന്നല്ലാതെ ജനങ്ങൾ നശിക്കണം എന്ന് പറയേണ്ടവരല്ല എന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് നബിയുടെ ഈ പഠിപ്പിക്കല്. യാ ഹുദൈഫ, അതുകൊണ്ട് തങ്ങൾ പറയുന്നു ഹുദൈഫത്ത് ബിനു യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് ഹബീബായ നബി തങ്ങൾ മഹ്ദി ഇമാമിന്റെ കഥ പറയുന്നത്. യാ ഹുദൈഫതു ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ വാഹിദ്, ഈ ലോകം അവസാനിക്കാൻ ഇനി ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്ന് സങ്കല്പിക്കുക. ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ഒരു ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും ഹുദൈഫ. ഹത്താ യംലിക റജുലുൻ മിൻ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലോകത്തിന്റെ അധികാരം ഏറ്റെടുക്കും ആ ഒരു ദിവസത്തേക്കെങ്കിലും. എന്ന് പറയാ ആ ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസമല്ല ഉണ്ടാവുക, 7 വർഷം ഉണ്ടാകുമെന്നാണ് ഇമാം മഹ്ദിയുടെ ഭരണം. പക്ഷെ തങ്ങൾ പറയാ ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ എങ്കിലും അള്ളാഹു ലോകത്തിന്റെ ഭരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കും. തജ്രിൽ മലാഹിമു അലാ യദൈ, ധർമ്മസമരങ്ങൾ അദ്ദേഹത്തിന്റെ കരങ്ങളാൽ ലോകത്ത് നടക്കും. യുദ്ഹിറുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ദീന് വ്യക്തമായി വരും, ദീനിന് വിജയമുണ്ടാകും. ലാ യുഖ്ലിഫു വഅദഹു വഹുവ സരീഉൽ ഹിസാബ്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹു അവന്റെ തീരുമാനം നടപ്പാക്കുന്നവനുമാണ് ഹുദൈഫ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളായി മാറുന്നത് ഒരു പെൺകുട്ടിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് അവൾ അള്ളാഹു സ്വാലിഹത്താക്കി മാറ്റും. ഒരു ചെറുപ്പക്കാരൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ പടച്ചവനെ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എന്റെ ശരീരത്തെ നന്നാക്കി തരേണമേ, എനിക്ക് പരിശുദ്ധി നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ല റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകൽ കൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും, സ്വലാഹ് കൊടുക്കാൻ കഴിയും, അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ. നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ, കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം. അവർ നല്ലവരാണെന്ന് അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഖൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ്, നന്മയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് ഖൗലുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അന്നൽ അർള തബ്കി അല സ്വാലിഹി 40 യൗമാ, 40 ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ 40ന്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്തേ? അവർക്ക് വേണ്ടി, മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. എന്താ കാരണം എന്നറിയോ?
40 ദിവസം ഭൂമി കരയും. 40 കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല. 40 ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറുകളിൽ കാണാൻ പറ്റും. അതായിരിക്കണം ഈ 40 കഴിക്കുക എന്ന് പറയുന്നതിന്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ മരിച്ചുപോയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, മൻ ഗദാ യുരീദുൽ ഇൽമ ലാ യതഅല്ലമുഹു ഇല്ലാ ലില്ലാഹ്. ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ, യാത്ര ചെയ്താൽ, ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ, വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാ വന്നത് ദുബൈയിൽ നിന്ന്, എങ്ങനെയാണെങ്കിലും ഇൽമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള വാതിൽ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ അന്വേഷിക്കാനും ഇൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ ഇൽമ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തിക്കൊടുക്കും. നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും ഇൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ്. വെറുതെ ഇരിക്കരുത്. ഒരു നല്ല വാളോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക, നല്ല കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക, നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക, നല്ലതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇതൊക്കെ വലിയ ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അ. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി 1 മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്നതാണ്. 1 മണിക്കൂർ. നമ്മളിപ്പോ 2 മണിക്കൂർ വേളാണെങ്കിൽ മിനിമം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. 2000 റക്അത്ത് നിസ്കരിക്കാൻ മുട്ടുംകാല് പണിയാവൂലേ? 2000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് 2 മണിക്കൂർ കൊണ്ട്? അല്ലെങ്കിൽ ഈ രാത്രി നിസ്കരിക്കാൻ പറ്റുമോ? 1000 കിട്ടുമോ? 500 റക്അത്ത് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി. എന്ന് പറഞ്ഞാൽ എന്തേ? ഈ പ്രപഞ്ച there is nothing worthier than the name and the topic of Allah. അള്ളാഹുവിന്റെ നാമം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിഷയം, അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതല്ല ഈ ലോകത്തിന്റെ എല്ലാം. He is the essence of the creation. He is the creator. He is the sustainer. He is the one and only Allahu, the self-eternal. എല്ലാമായ റബ്ബ്. ആ റബ്ബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളത്? ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ്. സ്വലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കും വേണം. നബി തങ്ങൾ പറയട്ടെ, വലിൽ ആലിമി മിനൽ ഫദ്ലി അലൽ ആബിദി കൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ അസ്ഗരി കൗകബിൻ ഫിസ് സമാ. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി 14-ാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ, ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട്. വൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാരുടെ അനന്തര, വാപ്പ മരിച്ച ചോദിക്കും ഹാദിമാര് അനന്തരാവകാശികൾ എത്ര ഉണ്ട്? അപ്പൊ പറയും, മക്കളൊക്കെ പറയും, ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ? ഇൽമ പഠിച്ച പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന്. ഒരിക്കലുമല്ല. ഇന്നൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല. അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിന്റെ പൊതുമുതലാണെന്നാണ് അല്ലാഹുവിന്റെ നിയമം. വലാകിന്നഹും വറസുൽ ഇൽമ, എന്നാൽ അവരിട്ടേച്ചു പോയത് ഇൽമാണ്. ആ ഇൽമാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിഹി,
അതുകൊണ്ട് മക്കളെ ഇൽമ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു ആലിമിന്റെ മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരു ആലിമിന്റെ മരണം, ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബത്താണ്. ലാ തുജ്ബറു, അതിന് പകരം വെക്കാൻ കഴിയില്ല. ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം. വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത്. ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ്. എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം. ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ്, പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കളാക്കാൻ പറ്റിയില്ല. ഇവിടെ മദ്രസയുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊടുക്കുക, ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക, ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. മൗത്തുൽ ആലിമി സുൽമത്തും ഫിൽ ഇസ്ലാമി ലാ തുസദ്ദു മഖ്തലഫൽ ലൈലു വന്നഹാർ. മഹാനായ ശംസുൽ ഉലമാ ഇദങ്ങൾ വഫാത്തായി, കണീത്ത് ഉസ്താദ് വഫാത്തായി പോയി, സൈനുൽ ഉലമ വഫാത്തായി. എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല. പുതിയൊരു ആലിം മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ്. ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ്. ലാ തുജ്ബർ, അത്രമേൽ അല്ലാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വലാഹിന്റെ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ്. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക, ഒരു ദിവസം ഒരായത്ത് അതിന്റെ അർത്ഥം, അതിന്റെ തഫ്സീർ പഠിക്കുക. ഒന്ന് മതി, കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം, എത്രയോ പുസ്തകങ്ങൾ കിട്ടും ഇവിടെ, എത്രയോ. നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട്, ചെമ്മാട് ദാറുൽ-ഹുദയുടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ, നല്ല നല്ല ദീനി ചരിതങ്ങൾ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത്. ബുക്ക് പ്ലസ്. വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. മാഷാ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് പ്ലാഗ് വന്ന കാലം, കൊറോണ കാലൊക്കെ മറന്ന പഠിച്ചോനെ. നമ്മുടെ ഈ ഓണം കേറാ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം. നിങ്ങൾ ആലോചിച്ച്, ഓർമ്മ ഉണ്ട് അതൊക്കെ? അതിന്റെ ഭീകരത ഒന്ന് ആലോചിച്ചാൽ തന്നെ ബോധം കിടും. ഒരു മീന് വരില്ല, ഒരു ഭക്ഷണം വരില്ല, പച്ചക്കറി വരാനില്ല. ആ പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരൂല. എന്തേ റോഡും ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ? ബൈക്ക് എടുത്ത് പോയ അടി. എന്തായിരുന്നു കാലം! ആരും മറന്നപ്പോ അതൊക്കെ. ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലുള്ളപ്പോ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ, പകർച്ചവ്യാധി. മഹാനവർ പറഞ്ഞു, ഇന്നഹാ റഹ്മത്തു റബ്ബിക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. വഖബ്ദുസ് സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്. മുഅ്മിനീങ്ങൾക്കത് റഹ്മത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ത്വാഊൻ. ഈ കോവിഡ് ഒക്കെ ഇപ്പോഴുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പോകുന്നു തോന്നണില്ല. അത് കനം കുറഞ്ഞു എന്ന് മാത്രം. ജലദോഷം പനി കേട്ടിങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാ. അപ്പോൾ വേവ് 50-60 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും. അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ ലോകത്തിന്റെ പല പേര് കേൾക്കുന്നില്ല, പുതിയ പുതിയ പേരുകളിൽ. ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും, ചിലത് പേടിക്കും, ചിലത് പേടിക്കാണ്ടിരിക്കും. അതിന്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും. പകർച്ചവ്യാധിയാണ്.
അതിന്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും. എനിക്ക് പേടിയാവുന്നത് നബിതങ്ങൾ ഖിയാമത്തിന്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുമ്മ ഖിയാനുൻ അല്ല തുമ്മ മൂഥാനുൻ തഖുദു ഫീകും കഖുആസിൽ ഗനം. ആടുകളുടെ മൂക്കിൽ വരുന്ന ഒരു അസുഖമുണ്ട്. അത് വന്ന ആടുകൾ തളർന്നു വീഴലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കാൻ വേണ്ടി പറയല്ല, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോ നബിതങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ അവസ്ഥ? ഫഖാല, അതിന് മറുപടിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, കാന അദാബൻ യബ്അസുഹു അല്ലാഹു അലാ മൻ കാന ഖബ്ലകും. നിങ്ങളിലെ മുൻഗാമികൾക്ക് അല്ലാഹു പരീക്ഷണമായി, അദാബായി, ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നത്. ഒരു സമൂഹം ഒന്നാകെ മരിക്കുക, പാൻഡമിക്, മുൻഗാമികൾക്ക് അല്ലാഹു അദാബായി കൊടുത്തതാണ്. ഫജഅലഹു അല്ലാഹു റഹ്മതൻ ലിൽ മുഅ്മിനീൻ. ആ പകർച്ചവ്യാധി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റഹ്മത്താണ്, കരുണയാണ് നൽകിയത്, കരുണയായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് മാമിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ നാട്ടുകാര് പുറത്തു പോകരുത്. പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം, ബോർഡറിൽ കൊടുത്താൽ പോരെ. മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ മാ കതബല്ലാഹു ലാ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ. എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോളിച്ചു കൊണ്ടുപോയ ആൾക്കാരുണ്ട്, അവർക്ക് കൊറോണ വന്നിട്ടില്ല. അത്ഭുതല്ലേ? എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ, ഭക്ഷണം വെച്ചാൽ ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ, ആ ഒരു തുമ്മൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു. അതിൽ മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു. ഒരു കൂസലില്ലാതെ. ഗൾഫിലൊക്കെ അബുദാബി തന്നെ, കേച്ചിങ്ങളിലെ തന്നെ അബുദാബിയിൽ നമ്മുടെ KMCC-യുടെ പ്രവർത്തകര്, എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം, നമ്മുടെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ, താഴെയും മേലും, താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ്, ഓ മേലെ കിടക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ആയി എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ്. അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ. നമ്മളവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ ബാക്കിലൂടെ കോണി വെച്ചു കൊടുത്തിട്ട് ആള് കയറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ, നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരേ റൂമിൽ. പ്രവാസ ലോകത്തിന്റെ ഒരു നന്മ അതാ, ഭയങ്കര സ്നേഹമായിരിക്കും. ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. അസുഖം വന്നവരുണ്ട്, വരാത്തവരുണ്ട്. അതിനർത്ഥം എന്താ? അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത്, അതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലൻ യുസീബന ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, നബിയെ പറയണം, അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹ് എന്ന് ആ നബി തങ്ങൾ എന്നെ പറയുന്നത്, പ്ലാഗ് വരുന്ന സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ ഉള്ളവർ പുറത്തു കിടക്കും വേണ്ട, അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ, പഠിച്ചോനെ എനിക്ക് അസുഖം വരുമെന്ന് പേടിക്കണ്ട, അള്ളാഹ് കണക്കാക്കിയതേ നിങ്ങൾക്ക് വരൂ. അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നബി തങ്ങൾ പറഞ്ഞു. പക്ഷെ ഈമാൻ അതിന്റെ മീതയാ നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടോ, ഞാൻ ഇതിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസുഖം ഭേദമാവും, അല്ലെങ്കിൽ എനിക്ക് വരൂല, അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹിനെ പേടിക്കുന്നതിനെക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത്. വല്ല കാര്യം ഉണ്ടായോ? യഖാഫൂനഹും കഖൗഫില്ലാഹ്, അള്ളാഹുവിനെ പേടിക്കണ പോലെയൊക്കെ പേടിച്ചു. ഭയങ്കര പേടി. കൊറോണ തന്നെ അസറായിൽ എന്നൊക്കെ വിചാരിച്ചു പോയതിൽ അന്നത്തെ കാലം. യാ അല്ലാഹ്, ആ പേടിച്ചിന്റെ പകുതി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിനി. പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദിൻ. ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും. ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ, മരിച്ചവർക്കെന്ന് മാത്രമല്ല, അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും. മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട്, ശുഹദാഇന്റെ കൂലിയാണ്.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അത്വാഊനു ഷഹാദത്തുൻ ലികുല്ലി മുസ്ലിമിൻ, പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത്. 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ കടം തീരും, 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വലിയ ടെൻഷൻ അവരായിരിക്കും വരിക. ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വാലിഹീങ്ങളാവുന്നത്, ടെൻഷൻ അടിക്കാതിരിക്കാനല്ല, നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനനുസരിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ ഷെയ്ക്കാവൂല, വൈവറിങ് വരൂല, പേടിക്കൂല, കുലുങ്ങാതെ നിൽക്കാൻ പറ്റും. അല്ലാത്തവർ പടക്കും, പേടിച്ചു പോകും. പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട്. നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞു തരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ്. നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം 2 രാജാക്കന്മാരാണ്. ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ 2 നബിമാർ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് ജെറുസലേമിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ. ഈ 3 നബിമാർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഖൈറാണത്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജ്അ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത്. പക്ഷെ 200 കൊല്ലം ജീവിച്ചിട്ടാ, 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കിടന്നിട്ടില്ല, അസുഖമായിട്ട് കിടന്നിട്ടില്ല. എന്ന് പറയില്ലേ, വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് മരിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു പറയും. അത് ഖൈറായ മരണമാണ്, കിടപ്പായി കിടക്കല്ലല്ലോ. ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അതൻ, ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്നാണ് മരണപ്പെട്ടത്. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. സ്വാലിഹീങ്ങളിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. വഹുവ തഖ്ഫീഫുൻ അലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ്. വതശ്ദീദുൻ അലൽ കാഫിർ, അവിശ്വാസിയായ മനുഷ്യന് ആ മരണം പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. മൗത്തുൽ ഫജ്അതി റാഹത്തുൽ ലിൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യന് റാഹത്താണ്. വഅഖദതു അസഫിൽ ലിൽ ഫാജിർ, തിന്മ ചെയ്ത് നടക്കുന്നവർ, കള്ളുകുടിയന്മാർ, വ്യഭിചരിക്കുന്നവരെ, തോന്നിവാസം ചെയ്യുന്നവരെ, തിന്മ ചെയ്ത് നടക്കുന്നവരെ, വഞ്ചന, നുണ പറഞ്ഞ് നടക്കുന്നവരെ, അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് അഖദതു അസഫിൻ, സങ്കടത്തിന് കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു, ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ, കുറെ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ, പോകുന്നു പെട്ടെന്ന്. എണീറ്റ് നോക്കുമ്പോൾ ആൾ ഇന്നലെ മരിച്ചു എന്നാ പറയാ. സംഭവിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ പറയും, അല്ലാഹുവിന് ഇഷ്ടമുള്ളവരെ അല്ലാഹു വേഗം കൊണ്ടുപോവാണ് എന്ന് പറയും, അല്ലേ? മൗത്തുൽ ഫജ്അതി, പെട്ടെന്നുള്ള മരണം, റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് സമാധാനമാണത്. എന്തേ? ഒന്ന് ആശുപത്രി കൊണ്ടേ കടത്ത്, ഈ വെന്റിലേറ്ററും കൊണ്ട് കുറെ പൈസ, എത്രയോ സാമ്പത്തിക നഷ്ടം, ഒരുപാട്. ആരപ്പം നോക്കാൻ ആൾ കിട്ടുന്നുണ്ട്? ആരാണ് ഇപ്പൊ ശുശ്രൂഷിക്കാനുള്ളത്? കൂട്ടത്തിലൊന്ന് ദ്വായർന്നു പോവാണ്. എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട്, വർഷങ്ങളായി കിടക്കുന്നവർ. ഒരു സഹോദരി ഇവിടെ ആദിഞ്ഞാലിൽ, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, 4 മക്കളുടെ ഉമ്മയായ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ. നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ്, കണ്ണൂര്, ചെറുപ്പക്കാരനാണ്, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, വീൽ ചെയറില, അപ്പൊ നടക്കുന്നത് വീണ്ടും വലിയ വേദനയിലാണ്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രായമായ ഉമ്മമാർ, ഉപ്പമാർ, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വാതിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചിലപ്പോ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, ഉപ്പാക്ക് മരുന്ന് കൊടുക്കുക,
ഉപ്പയെ എഴുന്നേൽപ്പിച്ചിരുത്തണം, ഉപ്പയെ കുളിപ്പിക്കണം, ഉമ്മയെ കുളിപ്പിക്കണം. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ. അനിയത്തി ഓട്ടിസം ബാധിച്ച മോളാണ്, അനിയത്തിയെ നോക്കണം, അനുജനെ നോക്കണം, പിഞ്ചു പൈതങ്ങളെ നോക്കണം, അസുഖമുള്ള മക്കളെ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മുഅ്മിനെ. ആ വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്. ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ, നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അവർക്കൊക്കെ അള്ളാഹു നീ വലിയ പ്രതിഫലം കൊടുക്കും, ഉറപ്പാണ്. നീ കൊടുക്കണേ പടച്ചവനെ. ദുന്യാവിൽ തന്നെ അതിന്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ആ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു പരീക്ഷണമാണ്. മുഅ്മിനായ ആളാണോ? നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം പറയാൻ. ചിലപ്പോൾ പല സംശയങ്ങൾ നാട്ടിൽ വരും. ഒരു മനുഷ്യൻ ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു എന്ന് വിചാരിക്കുക, തല തെറിച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവില്ലേ? എന്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, ബസ്സിൽ ഉറങ്ങിയതാ, സൈഡിൽ നിന്ന് ഉറങ്ങിയപ്പോൾ ഇങ്ങനെ പുറത്തേക്കായി ഒരു ബസ് സൈഡ് തലങ്ങ് പോയി. എന്ത് ചെയ്യും? തലങ്ങ് ഊരിപ്പോയി സൈഡ് കൊടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനത്തെ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അടുത്തല്ല കുറെ മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ഉമ്മ ഇങ്ങനെ ഇരുന്നപ്പോൾ മിഞ്ഞാന്നിട്ട് ദിവസം ആ ഒരു കഥ ഇങ്ങനെ ഉമ്മ പറയായിരുന്നു, എന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ അറിയുന്നൊരു കുടുംബമാണത്. ഏതായിരുന്നാലും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയും, നോക്കണേ വല്ലാത്ത അദാബാട്ടോ വന്നത്, കാര്യമായ എന്തോ കുഴപ്പമാള് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല പറയേണ്ടത്. ഒരാൾ കിണറ്റ് ചാടി വീണെന്ന് വിചാരിക്കുക, നമ്മൾ എന്താ പറയാ? അവന് കാര്യമായ അദാബ് അല്ലാഹ് കൊടുത്തത് തന്നെയാണ്, ഉറപ്പാണത്. നമ്മൾ ആരാതൊക്കെ പറയാൻ? ഒരു മനുഷ്യന് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് വിചാരിക്കുക, ചതഞ്ഞറിഞ്ഞു പോകൂലേ? ബസ് തട്ടി മരിച്ചു, ബൈക്ക് ഇടിച്ചു, ബാക്കിൽ KSRTC വന്ന് കയറി ഇറങ്ങി പോകുന്നു, കാണുന്നില്ലേ? എത്രയോ നല്ല മനുഷ്യന്മാർ ബൈക്കിലിങ്ങനെ പോവുക, തേങ്ങ വീഴുന്നു തലയിലേക്ക്, ആദാ കിടക്കുന്ന റോഡിൽ. അപ്പോഴേക്ക് അടുത്ത വണ്ടി വന്ന് കയറി പോകുന്നു. വാരിയെടുക്കേണ്ടി വരും ചിലപ്പോ. വലിയ വലിയ ആക്സിഡന്റ്, ട്രെയിൻ അപകടം കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിലെ? മനുഷ്യന്മാരെങ്ങനെ ചാക്കേറിയണ പോലെ എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ മുഖം കാണാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു പോകും ചിലപ്പോ. ഫ്ലൈറ്റ് ആക്സിഡന്റ് നടക്കുന്നില്ലേ? ഫ്ലൈറ്റുകള് നേരെ പോയി വീഴുന്നില്ലേ? അപകടങ്ങൾ വളരെ കുറവാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വാഹനം ഫ്ലൈറ്റ് എന്നാ പറയല്. ലോകത്ത് അപകടം നടക്കാത്ത സാധനം ഫ്ലൈറ്റ് യാത്ര എന്നാ പറയാ. വളരെ കുറവ്. ലക്ഷക്കണക്കിന് ഫ്ലൈറ്റ് പൊങ്ങിയിറങ്ങണില്ലേ ഓരോ ദിവസവും ലോകത്ത് ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ പൊങ്ങിയിറങ്ങുന്നുണ്ട്. അപകടം നടക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ. പക്ഷേ ചില അപകടങ്ങളെ കണ്ടാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മാറിയിട്ടുണ്ടാവും, കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ വക ഡയലോഗ് വരും, അത് കിട്ടേണ്ടത് തന്നെ, ഞാൻ അന്നേ പ്രതീക്ഷിച്ചത്, അപ്പൊ ഇങ്ങനെ മരിക്കുള്ളൂ. ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? ആ മരിച്ച ആള് സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് സ്വാലിഹായ ആളാണോ, ആ മരണം അയാൾക്ക് ഖൈറാണ്. സ്വാലിഹല്ലേ, അത് ശിക്ഷയാണ്. ഇങ്ങനെയാണ് നമ്മൾ വിധി കൽപ്പിക്കുക. നല്ലൊരു സ്വാലിഹായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാണാണോ ഒരു പെണ്ണാണോ, അവരിനി എങ്ങനെ മരിച്ചാലും ആ മരണം അവർക്ക് ഖൈറാണ്. ബാത്റൂമിലായിരിക്കും വീണ് മരിക്കുക. അപ്പൊ ചില പറയും, ബാത്റൂമിലാണോല്ലോ മരിച്ചത്, എന്താ അപ്പൊ ചെയ്യാൻ? മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? നാളെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, മരിച്ചാൽ പിന്നെ കറാമത്തിന്റെ സ്റ്റോറി ചെയ്തല്ല പടി. എല്ലാവർക്കും ഇരുന്നിട്ട് ആള് ചെയ്യും ചെയ്താത്ത ഒക്കെ പറഞ്ഞിട്ട് ഉറക്കണ കെലിമല്ലി മരിച്ചു. അപ്പൊ ഒരു മനുഷ്യന്റെ അന്ത്യം തീരുമാനിക്കപ്പെടുന്നവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്. അത് അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ വിധി പറയാനേ പറ്റൂ. മുഅ്മിനായ മനുഷ്യന് ഏതു തരത്തിലുള്ള മരണമാണെങ്കിലും ഖൈറാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തല അറുത്തു കൊണ്ടുപോയിട്ടുണ്ട്, അറിയോ? ആരാ യഹ്യാ നബി? അല്ലാഹ് പേരിട്ട മോനാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ആരുടെ മോനാ? സഖറിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ. ഇവർ ജീവിച്ചത് ജോർഡാനിന്റെ ബോർഡറിലാണ്, അരീഹയിൽ, ജെറിക്കോ എന്ന് പറയും. 5000 കൊല്ലം പഴക്കമുള്ള ലോകത്തെ അതിപുരാതന നഗരം ജെറിക്കോ. അത് കഴിഞ്ഞിട്ടാ ഫലസ്തീനിലേക്ക് പോവുക നമ്മള്. ജോർഡാൻ നദി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അരീഹ എന്ന അറബിയിൽ പറയും ജെറിക്കോ. തല അറുക്കപ്പെട്ടു. ആരുടെ? യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ. സഖറിയ നബിന്റെ മോനാണ്. അള്ളാഹു എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിനിരുന്ന റൂമുണ്ട്, മെഹ്റാബ്. ആ മെഹ്റാബ് എന്ന് പറഞ്ഞ റൂം എന്ന് അവിടെ അർത്ഥം അല്ല, ഇമാം നിൽക്കുന്ന മെഹ്റാബ് അല്ല. മറിയം ബീവിന്റെ മെഹ്റാബ് എന്ന് പറഞ്ഞ റൂം എന്നാ, ഗുർഫത്ത് എന്നതിന്റെ അർത്ഥം. ആ റൂമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തപ്പോ കിട്ടിയ മോനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹ് പറഞ്ഞു, ഫസ്തജബ്നാ ലഹു, സഖറിയ നബിക്ക് നാം ഉത്തരം കൊടുത്തു, സ്വാലിഹായ ഒരു മോനെ തരാമെന്ന് പറഞ്ഞു. ആ മോനെ നാം പേരിട്ടു യഹ്യാ. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ആ യഹ്യാ എന്ന പേരുള്ള ഒരു കുട്ടി മുമ്പ് ഒരു കുട്ടിക്ക് അങ്ങനെ പേരിട്ടിട്ടില്ല.
ആദ്യമായി പേരിട്ടത് ഈ കുട്ടിക്കാണ്, യഹ്യ എന്ന് അല്ല പേരിട്ട് കൊടുത്ത മോൻ. എന്താ അവസാനം? അന്നത്തെ ഡെഫ്യൂഷ്യസ് രാജാവ് തലറുത്തു കൊന്നു. ഹെറോഡസ്, ഡെഫ്യൂഷ്യസ് അല്ല, ഡെഫ്യൂഷ്യസ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാലത്തെ രാജാവാണ്. ഹെറോഡസ് രാജാവ് തലയറുത്തു. എന്തിനു വേണ്ടി എന്നറിയോ? ഒരു അഭിസാരിക വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന് കാഴ്ചവെക്കാൻ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ തല? യഹ്യ നബി അലൈഹി സ്വലാം. വാപ്പ നബിയാണ്, വാപ്പ നബിയാണ്. കസിനാണ് ഈസാ നബി അലൈഹി സ്വലാം, അവര് നബിയാണ്. പ്രവാചകന്മാരുടെ കുടുംബമാണ്. ഹന്നത്ത് ബീവി, മറിയം ബീവി, ഇവരൊക്കെ ബന്ധുക്കളാണ്. യാ അല്ലാഹ്, അതുകൊണ്ട് യഹ്യാ നബിയുടെ സ്ഥാനം കുറഞ്ഞോ? യഹ്യാ നബി അലൈഹിസ്സലാമിനെ തലയറുത്തു. ആ തല അറുത്തത് മാത്രമല്ല, മഹാനവരുടെ കൈകൾ പോലും ഛേദിച്ചിരുന്നു. ആ കൈയിന്റെ ഒരു എല്ലിന്റെ ഭാഗം തുർക്കി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, തോപ്കാപ്പി പാലസ് മ്യൂസിയത്തിൽ. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിച്ചത്. മരങ്ങൾ തുറന്നു കൊടുത്തു, മഹാനവരുടെ ഉള്ളിലേക്ക് കയറി. മരത്തെ മുറിച്ചു സക്കരിയ നബി അലൈഹിസ്സലാമിനടക്കം. മരം കൊണ്ട് ഈർന്നു. മരത്തിനുള്ളിൽ ആരുണ്ടായിരുന്നു? സക്കരിയ നബി അലൈഹിസ്സലാം. വല്ല പ്രയാസമുണ്ടോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളെ, അറബ് ലോകത്ത് പരിചയമില്ലാത്ത ക്രൂരതയാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്തത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്. അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം. റസൂലുള്ളാഹിന്റെ പുതിയാപ്പിളയല്ലേ, ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമയല്ലേ. ആ മരണം കൊണ്ട് വല്ല പ്രയാസം ഉണ്ടായോ? ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് മാത്രമല്ല, നെഞ്ച് പിളർന്നിട്ട് കരള് പുറത്തെടുത്തിട്ട് ഹിന്ദ് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹയാണ് സഹാബിയത്തായി മാറിയവരെ. പക്ഷെ അന്ന് ദേഷ്യം കൊണ്ട് ഹംസ തങ്ങളുടെ കരൾ കടിച്ചു തുപ്പിയില്ലേ? ഹംസ തങ്ങൾക്ക് വല്ല കുഴപ്പം വരുമോ? അതുകൊണ്ട് ഇല്ല. എന്തുകൊണ്ട്? അവർ സ്വാലിഹീങ്ങളായിരുന്നു. സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ അവരുടെ മരണം മുഴുവൻ അവർക്ക് ഖൈറാൻ. അജിബ്തു ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. ശരിക്കും മനസ്സിലാക്കണം, മുഅ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ ഖളാ അവർക്ക് ഖൈറാൻ. ജോലി കിട്ടിയാലും ഖൈറാൻ, ജോലി പോയാലും ഖൈറാൻ. വീട് പണി തുടങ്ങിയാലും ഖൈറ, തുടങ്ങിയിട്ടില്ലെങ്കിലും ഖൈറ. കടം ഉണ്ടെങ്കിലും ഖൈറ, കടം ഇല്ലെങ്കിലും ഖൈറാൻ. അള്ളാഹുവിന്റെ ഖളാ. കുട്ടികൾ ഉണ്ടാവാൻ, കുട്ടികൾ ഉണ്ടായില്ല, ഖൈറാൻ. കുട്ടികൾ ഉണ്ടായി, ഖൈറാൻ. എന്തും അള്ളാഹു ചെയ്യുന്നത് മുഅ്മിനിന് ഖൈറാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഖൈറ. ഇല്ലേ, അത് നിങ്ങൾക്കൊരു അദാബാണ്, പരീക്ഷണമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത്. നബി തങ്ങൾ പറയുകയാണ്, അജിബ്തു ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ? എല്ലാം അത്ഭുതം, എല്ലാം അവർക്ക് നന്മയാണ്. ഇന്ന സ്വാബതുഹു സറാഉ ശകറ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ്. അതവർക്ക് ഖൈറാണല്ലോ. വഇന്ന സ്വാബതുഹു ദറാഉ സബർ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹ്. അതും അവർക്ക് ഖൈറാണല്ലോ. ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം. ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു, സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാൻ. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന ഖളാഉകളിൽ ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചോൻ ഖബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
ഒന്ന് എണീറ്റ് ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് സീറ്റ് അപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും. കസാല കളി കളിക്കാനല്ല പോയി, കസാല വലിക്കരുതേ, സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഇതുവരെ ഇരുന്നോടുന്ന അപ്പുറത്തൊന്ന് മാറിയിരുന്ന ഒരു ഉന്മേഷം കിട്ടുന്ന. പെണ്ണുങ്ങൾ ആരും നീക്കിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാ തോന്നുന്നുണ്ട്. ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളി, പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും. ഇൻഷാ അല്ലാഹ് ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا. ضعفه إلهي إن قلبي غير صاحي على الحالات من سكر الجناح ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح ഇലാഹി അല്ലാഹുവേ ഇന്ന ഖൽബി ഗൈറു സാഹി, എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എന്റെ ഹൃദയം ഉണർന്നിട്ടില്ല. നമ്മളൊക്കെ ഒരു ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവട്ടോ, അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിന്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ള ഒരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുഖിരിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا مشيبي أين آثار الصلاح. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നരവന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ്സലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകാരം പോവുക. ഒരു മനുഷ്യൻ യുബഅസു അലാ മാ മാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിന്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്.
പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരേണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസ് ആവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാ കാണുക. അതിന് ഉദാഹരണം നമ്മൾ അബുദാബി ക്ലാസ് പറഞ്ഞു. മുനീർച്ച അവിടെ ഇരിക്കേണ്ട, നമ്മുടെ അങ്ങാട് മുനീർച്ച ഹജ്ജിന് പോകാൻ വേണ്ടി വന്ന, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ മിഞ്ഞാന്നല്ലേ യാത്രയപ്പ് നൽകിയത് മുനീർച്ച? മിഞ്ഞാന്ന് വ്യാഴാഴ്ച അബുദാബിന്ന് യാത്രയപ്പൊക്കെ മാഷാ അല്ലാഹ് നമ്മുടെ ഹാജിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇന്ന് ദുബൈ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കണ്ടു. മാഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദിന്റെ കൂടെ, അഹ്സനി ഉസ്താദിന്റെ കൂടെ ഒരുപാട് ഹാജിമാരിന്ന് ഫ്ലൈറ്റിൽ പോയി ദുബൈയിൽ നിന്ന്. അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ്, അവരുടെ യാത്ര ഒക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, കബൂലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അവിടുത്തെ അബുദാബിയിലെ ക്ലാസ്സിൽ, കാറിന്റെ കഥ പറഞ്ഞതാ. ദുന്യാവിന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കണം എന്നാ എനിക്ക് തോന്നുന്ന ഒരു പഴയ കാർ. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും വാഹനങ്ങളില്ലാത്ത വീടില്ല അല്ലേ? അപ്പൊ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ടൊക്കെ ഒരു കാറായാൽ മതിയായിരുന്നു, 4 ടയറുണ്ടായ കാറിൽ വന്നു എന്നാ പറയാം. ഇന്നതല്ല, ഏത് കാർ എന്ന് ചോദ്യം വരും, പിന്നെ ഏത് മോഡൽ എന്ന് ചോദ്യം വരും. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കാറിൽ വന്നു എന്നേ പറയുള്ളൂ. ഉമ്മ ഒരു കാറിലാണ് ഞങ്ങൾ പോയത്, ചെറിയ മുട്ടക്കാറിലാണ് പോയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എത്രയായിരുന്നു അല്ലേ? എത്ര ദൂരം വരെ, ഇവിടുന്ന് ഏർവാടിക്ക് അങ്ങോട്ട് പോവുക, മാരുതി 800 യാത്ര പോവുക. ഇപ്പൊ ആരെങ്കിലും പോരോ? കാഞ്ഞങ്ങാട്ടേക്ക് ലിഫ്റ്റ് തരാന്ന് പറഞ്ഞാൽ ഞാൻ കയറില്ല എന്നാ പറയാ. അങ്ങനത്തെ കാറിൽ അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നു അല്ലേ? അന്ന് വലുതായിരുന്നു. പിന്നെ പുതിയ പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങല്ലേ. ഉദാഹരണം പറഞ്ഞു, ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു 2095 മോഡലോ 2000 മോഡലോ കാറുണ്ടെന്ന് വിചാരിക്കും. 23 കൊല്ലത്തെ പഴക്കമുണ്ടാവും ഇപ്പോ അല്ലേ? ആ കാറിങ്ങ് നിൽക്കുമ്പോഴാണ് അളിയന് വന്നിട്ട്, നിങ്ങൾ ബഹ്റൈനിൽ നമ്മളെ അബ്ദുള്ള സാഹിബ് ഉണ്ട്, ബഹ്റൈനിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്നത്, ഉസ്താദിന് ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, പടച്ചവനെ അള്ളാഹു കബൂലാക്കട്ടെ. ഞങ്ങളെങ്ങാനും ഭക്ഷണത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ഒരു കരാട്ട കാണുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഭയങ്കര ക്ഷമയാണ്. നല്ല സ്നേഹത്തോടു കൂടെ സ്വീകരിച്ച വീട്ടുകാരും അവിടുത്തെ അവരുടെ ജ്യേഷ്ഠനുജന്മാരും ഉപ്പയും മക്കളൊക്കെ ഭയങ്കരമായ സ്നേഹവും നല്ല ഭക്ഷണവും. അള്ളാഹു അവർക്കൊക്കെ ഹൈറായി പ്രതിഫലം നൽകട്ടെ. കരാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചിരുന്നു കേട്ടോ, സത്യം വരാത്തതൊക്കെ. അപ്പോ അൽഹംദുലില്ലാ, ഷാഫി ഭയങ്കര പേടിച്ചിരുന്നു, നേരെ വൈകി അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്.